ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പൊ നോക്കൂ, ശ്രീ ഡോക്ടർ പി കെ ഗോപൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മതമാണോ എന്ന് വരെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തിനാണ് കേരളത്തിലെ BJP ആവട്ടെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാവട്ടെ ഉണ്ടാക്കിയത്? ഇപ്പൊ ഈ സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രിയെ ഇന്നത്തെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനായിരിക്കും? അല്ല, അതിൽ മതമാണെന്നൊക്കെ ചോദിച്ചവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണെന്ന്. ഈ എന്തുട്ട് റോഡിൽ മതം, എന്നിട്ട് റോഡ് കൃത്യമായിട്ട് പണിത്, പാലം പണിത്, ഹൈവേകൾ പണിത്, കൃത്യമായിട്ട് അതിൽ ടാറിട്ട് അത് ഭംഗിയായിട്ട് മനോഹരമായിട്ട് റോഡ് ഓടിക്കുന്നതിലും വണ്ടികൾ ഓടിക്കുന്നതിലും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിലും എന്തുട്ടും മതം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പോൾ അതിനകത്ത് മതം കുത്തിക്കയറ്റിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് നോക്കാൻ അവരൊരു സൂത്രപ്പണി ഒപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ കയ്യിലിട്ടോട്ടെ, അവർ തന്നെ അത് കൊണ്ടു നടന്നോട്ടെ, നമുക്കതിൽ വിരോധമില്ല. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിലെ എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന നാഷണൽ ഹൈവേ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഇവിടെയും 62,000 കോടി രൂപയോളം ചെലവഴിക്കുകയാണ്. ആ ചെലവഴിച്ച പദ്ധതി ഭംഗിയായിട്ട് നടപ്പിലാക്കുകയാണ്. അതുകൂടാതെ 10-11,000 കോടി രൂപയുടെ വ്യത്യസ്തമായ പദ്ധതികൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് ഇവരുണ്ടാക്കുന്ന വിഷയം എന്തിനാണ്? ഇവിടെ എന്താ കാര്യം? ഇവിടെ നിതിൻ ഗഡ്കരിയുടെ മന്ത്രിസഭ, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കാര്യം അന്വേഷിക്കുന്നു, കാര്യം ക്ഷണിക്കുന്നു, മുഖ്യമന്ത്രി ഡേറ്റ് എടുത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കാമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി വരാമെന്ന് പറയുന്നു, അതനുസരിച്ച് പരിപാടി നിശ്ചയിക്കുന്നു. കൺസേൺഡ് ആയിട്ട് ആദ്യം റെയിൽവേയുടെയും ഈ പരിപാടി മാത്രമാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മറ്റു പരിപാടികളും കൂടി വന്ന സമയത്ത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള മന്ത്രിമാരെ അറിയിച്ചിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് ഹെഡിനെ കൃത്യമായി അറിയിക്കുന്ന സമയത്ത് PWD മിനിസ്റ്ററെ അതിനകത്ത് പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് മുഖ്യമന്ത്രിക്ക് അത് പറയാമായിരുന്നു. കേരളത്തിൻ്റെ സർക്കാർ ആ PWD മന്ത്രിയെ മറന്നത് നമ്മളെ കുറ്റാണോ? അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം. മനസ്സിലാക്കിയ പ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടുന്ന വിവരപ്രകാരം 2 ദിവസം മുമ്പ് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിന്റെ ഇൻവൈറ്റ് കിട്ടുന്നത്. നിശ്ചയമായിട്ടും ആ സമയത്ത് സാധാരണഗതിയിൽ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ ഈ താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ വകുപ്പ് ചോദിക്കും, മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്യും മറ്റാരൊക്കെ വേണമെന്ന്. അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ആത്യന്തികമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ കീഴ്വഴക്കങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എപ്പോഴാണ് മുഖ്യമന്ത്രി ചോദിച്ചത്? ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞോ ഈ 2 മന്ത്രിമാർ മതി, അതായത് മറ്റ് 2 വകുപ്പുകളുടെയൊക്കെ വികസന പദ്ധതി ഉണ്ടല്ലോ, MP രാജേഷ് വേണം, K കൃഷ്ണൻകുട്ടി വേണം, അപ്പോൾ മുഹമ്മദ് റിയാസ് ഈ PWD മന്ത്രി ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണോ? അയ്യപ്പദാസ് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. PMO ഓഫീസിന് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഇത് ഗഡ്കരിയുടെ വകുപ്പാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പ് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളതും. ഇവർ എന്താണ് പറയുന്നത്? അതിനകത്ത് റിയാസിനെ വിളിച്ചിട്ടില്ല. അതിൽ ഒരു രാഷ്ട്രീയവും പറയാം, അതിനകത്ത് യാഥാർത്ഥ്യം പറയാം. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയാം. സ്റ്റേറ്റ് ഹെഡ് എന്ന് പറഞ്ഞ രീതിയിൽ CM-നെ കാര്യങ്ങൾ അറിയിക്കുന്ന സമയത്ത് CM-ന്റെ ഓഫീസിൽ നിന്ന് ഇവരെ വിളിച്ചാൽ മതി, ഇവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച അയ്യപ്പദാസിനോട് മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇതിനകത്ത് PWD മിനിസ്റ്ററെ ഉൾപ്പെടുത്തണമെന്ന് ഇതേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? അതും കൂടി ചോദ്യമാകണ്ടേ?